ഓമയ്ക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓമയ്ക്ക ഇത് കണക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, ക്യാബേജൊക്കെ അരിയുന്ന പോലെ. ഇത് അതിനൊരു അരപ്പ് വേണം. അതിന് അരമുറി തേങ്ങ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് മിക്സിയിലിട്ട് അരയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒരടി കൊടുത്ത് വെച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ കല്ലേലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയിലേക്ക് ചേർക്കാം. ഇനി പാത്രം ഒന്ന് കഴുകി ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് തോരന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ കഷ്ണം വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചേക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം കുറച്ച് നമ്മളിപ്പോൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കഷ്ണത്തിൻ്റെ പകുതി വരെ വെള്ളമുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പം കഷ്ണത്തിൽ നന്നായിട്ട് ഈ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ കത്തിച്ചിട്ടൊന്ന് വേവിക്കുമ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം വറ്റി. ഇത് ഓമക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് വറുത്തിടാം. ചീഞ്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായ ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇതിങ്ങനെ ഈ തീയിൽ കിടക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു വെള്ളമയം ഉണ്ട്. അത് വെള്ളമെല്ലാം പോയി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഈ സ്റ്റൗവിലിങ്ങനെ തുറന്ന് തന്നെ വെച്ച് ഇട്ടേക്കാം. തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇത് കുറച്ച് സമയം ഇതിങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈർപ്പമൊക്കെ നന്നായിട്ട് പൊക്കോളും. ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.